Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ നമ്പർ 4 നിന്നുള്ള 8th ലെക്ചർ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ മൊഡ്യൂൾ നമ്പർ 4 വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറച്ച് ചെറിയ തിയറി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പോർഷനിൽ നിന്ന് ചോദിക്കുന്നത് ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 മാർക്ക് 4 മാർക്ക് മാക്സിമം, അതിൻ്റെ അപ്പുറത്ത് വെയിറ്റേജ് വരില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന തിയറി പോർഷൻസ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ ലെക്ചർ കണ്ടാൽ മതി. വാരി വലിച്ചൊന്നും ഒരുപാടൊന്നും പഠിക്കേണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, ടൈപ്സിന്റെ പേരുകൾ ഓർത്ത് വെച്ചേക്കുക. അതല്ലാതെ ഇൻഡെപ്തിൽ ഫിഗേഴ്സും ഒരുപാട് കണ്ടന്റും ഒന്നും നിങ്ങൾ റെഫർ ചെയ്തൊന്നും പഠിക്കേണ്ട. കാരണം 2 മാർക്ക് 3 മാർക്ക് ആ ഒരു വെയിറ്റേജേ വരുള്ളൂ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേരിയസ് കമ്പോണൻസ് ഓഫ് ഗ്രാവിറ്റി ഡാമും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റില്ലിംഗ് ബേസിൻ, ഗ്രൗട്ടിംഗ് പ്രൊസീജിയർ ഇൻ ഗ്രാവിറ്റി ഡാം, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻ ഗ്രാവിറ്റി ഡാം. ഈ 3 ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4ൻ്റെ ലാസ്റ്റ് ലെക്ചർ വീഡിയോ ആണിത്. ഓക്കെ, ആദ്യമേ ഒരു കാര്യം പറയാം. ഈ 3 ടോപ്പിക്കും സ്റ്റില്ലിംഗ് ബേസിൻ, ഗ്രൗട്ടിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ 3 ടോപ്പിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അഥവാ ഈ ഒരു പോർഷനിൽ നിന്ന് ഈ കമ്പോണൻസ് ഓഫ് ഗ്രാവിറ്റി ഡാമിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു 2 മാർക്സോ 3 മാർക്സിനെ ചോദിക്കൂ. പക്ഷേ ഈ 3 ടോപ്പിക്സിൽ നിന്നും ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ലെക്ചർ കണ്ടാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സില്ലി ആയിട്ട് എടുക്കണമെന്നല്ല, ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വെക്കുക. അഥവാ ഒരു 2 മാർക്സിന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനീഷനും ടൈപ്സും നമുക്ക് എഴുതാൻ അറിയണം. ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റില്ലിംഗ് ബേസിൻ പഠിക്കാം. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് ഓൾ ഓർ പാർട്ട് ഓഫ് ദ എനർജി ഡെസിപ്പേറ്റിംഗ് ആക്ഷൻ ഈസ് കൺഫേംഡ്. അപ്പോൾ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡാണ്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഉണ്ട്. ഇതാണ് ഡാമിൻ്റെ സ്പിൽവേ. അപ്പോൾ ഈ സ്പിൽവേയിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഡൗൺ സ്ട്രീം സൈഡിലുള്ള അവിടുത്തെ എന്താ പറയുക, കനാൽ സർഫസോ റിവർ സർഫസോ അല്ലെങ്കിൽ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള സ്ട്രക്ചറോ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റില്ലിംഗ് ബേസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ എനർജിയെ ബാഫൽ വാൾസും ചൂട്ട് വാൾസും ഒരു സില്ലും വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യും, അതിൻ്റെ എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ബേസിക്കലി സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ വിച്ച് ഓൾ ഓർ പാർട്ട് ഓഫ് ദ എനർജി ഡെസിപ്പേറ്റിംഗ് ആക്ഷൻ ഈസ് കൺഫേംഡ്. വെള്ളത്തിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വരുന്ന, അതായത് സ്പിൽവേയുടെ മുകളിൽ കൂടെ ഡാമിൻ്റെ മുകളിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ആൻ എനർജി ഡെസിപ്പിയേറ്റർ. എനർജി ഡെസിപ്പിയേറ്ററിൻ്റെ ഒരു ടൈപ്പാണ് സ്റ്റില്ലിംഗ് ബേസിൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് സ്കൗറിങ്. അത് ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ സ്കൗറിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ദ പ്രൈമറി മെത്തേഡ് ഓഫ് എനർജി ഡെസിപ്പിയേഷൻ ഈസ് ബൈ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ്. അപ്പോൾ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുക. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫ്ലോ ചെയ്തു വരുന്ന വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടി ഹൈഡ്രോളിക് ജമ്പ് ആക്ഷൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ മാക്സിമം എനർജി, വെള്ളത്തിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന എനർജി ഹൈഡ്രോളിക് ജമ്പ് വഴി നമുക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇറ്റ് ഈസ് ബൈ ദ യൂസേജ് ഓഫ് ചൂട്ട് ബ്ലോക്സ്, ബേസിൻ ബ്ലോക്സ് എക്സെട്ര. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചൂട്ട് ബ്ലോക്സും ബേസിൻ ബ്ലോക്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് സ്പിൽവേ. സ്പിൽവേയുടെ എൻഡിലാണ് നമ്മളിതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പിൽവേ എന്ന് പറയുന്നത്. അതിൻ്റെ എഡ്ജിൽ നമ്മൾ ബാഫൽ വാൾസ്, ചൂട്ട് വാൾസ്, സ്റ്റില്ലിംഗ് ബേസിൻ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഫിഗർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വെള്ളം ഇതാണ് സ്പിൽവേ എന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ എനർജി നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുക എന്നുള്ളത്. പാർട്സൊക്കെ ഞാൻ ഇനി അടുത്തൊരു ഫിഗറിൽ കാണിച്ചു തരാം. അടുത്തത് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ. സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ. ദ വാട്ടർ ഫ്ലോസ് ഓവർ സ്പിൽവേ ക്രസ്റ്റ് ആൻഡ് ഫാൾസ് ടു ദ എനർജി ഡെസിപ്പേറ്റർ. അപ്പോൾ വാട്ടർ സ്പിൽവേയുടെ മുകളിൽ സ്പിൽവേയുടെ ക്രസ്റ്റിൽ കൂടെ ഒഴുകി നേരെ ഈ എനർജി ഡെസിപ്പേറ്ററിലേക്ക് ഫോൾ ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഫ്ലോ സ്പിൽവേ.
അപ്പോൾ ലോ ഫ്ലോയിങ് ആയിട്ടുള്ള സ്പിൽവേക്കാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ യൂസ് ചെയ്യുന്നത്. ഇൻ ഹൈ ഫ്ലോ സ്പിൽവേ സബ്മർജൻസ് ഓഫ് എനർജി ഡെസിപ്പേറ്റർ മേ ഒക്കർ. ഇത് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പോയിൻ്റാണ്. ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പം ആ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സ്റ്റില്ലിംഗ് ബേസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ സ്റ്റില്ലിംഗ് ബേസിൻസ് ആർ ഓഫ് ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ഈ ടൈപ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ സ്റ്റില്ലിംഗ് ബേസിൻ്റെ ബേസിക് ഡെഫിനേഷൻ ഓർത്തിരിക്കുക, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. പിന്നെ ഫ്രൂട്ട് നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റില്ലിംഗ് ബേസിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു 2 വേർഡ്സ് പഠിച്ചാൽ മതി. അപ്പോൾ ടൈപ്പ് 2 സ്പില്ലിംഗ് ബേസിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാഫൽ വാൾസ് ഉണ്ടാവില്ല. ചൂട്ട് ബ്ലോക്സ് ആൻഡ് സിൽസ് ആർ പ്രൊവൈഡഡ്. ഇത് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രൂട്ട് നമ്പർ 4 to 14 റേഞ്ചിലാണെങ്കിൽ, ആ ഒരു വാട്ടർ ഫ്ലോൻ്റെ ഫ്രൂട്ട് നമ്പർ 4 to 14 റേഞ്ച് ആണെങ്കിൽ നമ്മൾ ടൈപ്പ് 2 സ്റ്റില്ലിംഗ് ബേസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത ബാഫൽ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ചൂട്ട് ബ്ലോക്സ് ഉണ്ടാവും, സിൽസും പ്രൊവൈഡ് ചെയ്യും. ഫ്രൂട്ട് നമ്പർ 4 to 14 റേഞ്ചിലാണെങ്കിലാണ് നമ്മൾ ടൈപ്പ് 2 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടൈപ്പ് 2 സ്റ്റില്ലിംഗ് ബേസിൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതാണ് നമ്മുടെ സ്പിൽവേ കൂടി ഒഴുകി വരുന്ന വെള്ളം ഇതേപോലത്തെ ചൂട്ട് ബ്ലോക്സിൽ ഹിറ്റ് ചെയ്യും. ഈ ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ ചൂട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചൂട്ട് ബ്ലോക്കിൽ ആദ്യം ഹിറ്റ് ചെയ്യും, പിന്നെ ഈ ഫ്ലോർ വഴിയിട്ട് നമ്മളൊരു സില്ല് പ്രൊവൈഡ് ചെയ്യും. സില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫ്ലോറിൻ്റെ ലെവൽ ഇവിടെയാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് സില്ല്. ഈ സില്ലിൻ്റെ അകത്ത് എന്താണ്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ചൂട്ട് ബ്ലോക്സും ഉണ്ട്, സിൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റില്ലിംഗ് ബേസിൻ വരേണ്ടത്. സ്റ്റില്ലിംഗ് ബേസിൻ അല്ല, ബാഫൽ വാൾസ് വരേണ്ടത്. അപ്പോൾ ബാഫൽ വാൾസ് ഇവിടെ ഇല്ല, ചൂട്ട് ബ്ലോക്സ് ഉണ്ട്, ഒരു സിൽ, ഒരു പ്രൊജക്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടൈപ്പ് 2 നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടൈപ്പ് 3 വരുമ്പോൾ പ്രസൻസ് ഓഫ് ചൂട്ട് ബ്ലോക്ക്, സിൽസ് ആൻഡ് ബാഫൽ ബ്ലോക്സ്. അപ്പോൾ ടൈപ്പ് 3 നമ്മൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട്ട് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാഫൽ ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്പ് 3 നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, ഫ്രൂട്ട് നമ്പർ ലൈസ് ബിറ്റ്വീൻ 4.5 to 17. അപ്പോൾ 4.5 നും 17ൻ്റെ ഇടയിലാണ് വാട്ടറിൻ്റെ ഫ്രൂട്ട് നമ്പർ എങ്കിൽ അവിടെ നമ്മൾ ടൈപ്പ് 3 പ്രിഫർ ചെയ്യും. സ്റ്റീപ്പർ ഹൈഡ്രോളിക് ജമ്പ് ഈസ് ഫോംഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ചൂട്ട് ബ്ലോക്സ്, സില്ല്, ബാഫൽ വാൾസ്, ടൈപ്പ് 3 സ്റ്റില്ലിംഗ് ബേസിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റീപ്പറായിട്ടുള്ള ഹൈഡ്രോളിക് ജമ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ടൈപ്പ് 3 സ്റ്റില്ലിംഗ് ബേസിൻ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചൂട്ട് ബ്ലോക്സിൻ്റെ ഒരു ലെയർ ഉണ്ട്, ഈ ഒരു പ്രൊജക്ഷൻ, ഇതാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് ബാഫൽ ബ്ലോക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രപ്പീസോഡൽ ഷേപ്പിലുള്ള ഒരു ബ്ലോക്കാണ് ബാഫൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്പ് 3 കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഈ ഫിഗർ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല, ഇത്രയൊന്നും മാർക്കിനൊന്നും ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ചൂട്ട് ബ്ലോക്ക്, സില്ല് ഓപ്ഷണലാണ്, ബാഫൽ വോൾസ് ഇല്ല, ഫ്രൂട്ട് നമ്പർ 2.5 to 4. അപ്പോൾ ടൈപ്പ് 4 വരുമ്പോൾ ചൂട്ട് ബ്ലോക്സ് എന്തായാലും ഉണ്ട്, സില്ല് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാഫൽ വോൾസ് ഇല്ല. ഇനി ഇതിൻ്റെ ഫ്രൂട്ട് നമ്പർ ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ഫ്രൂട്ട്സ് നമ്പർ 2.5 നും 4ൻ്റെ റേഞ്ചിലാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് 4ൻ്റെ ഫിഗർ ജസ്റ്റ് നോക്കാം. ഇതാണ് ടൈപ്പ് 4. ഫ്ലോ ചെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ എഡ്ജിലായിട്ട് ചൂട്ട് ബ്ലോക്ക് ഉണ്ട്, ബാഫൽ ബ്ലോക്സ് ഇല്ല, സില്ല് ഇതുപോലത്തെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഫ്ലോർ ഇതേപോലെ ഹൊറിസോണ്ടലായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് 3 സില്ലിംഗ് ബേസിൻ്റെ കോമൺ ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ടൈപ്സ്. ഇനിയിപ്പോൾ സില്ലിംഗ് ബേസിൻ ചോദിച്ചതുകൊണ്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ എനർജി ഡെസിപ്പിയേറ്ററിൽ വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എനർജി ഡെസിപ്പിയേറ്ററിൻ്റെ ഒരു ഡെഫിനിഷനും കൂടി പറഞ്ഞു പോവാണ്. ഹൈ എനർജി ഓഫ് വാട്ടർ ഈസ് ടു ബി റെഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ഡേഞ്ചർ ഓഫ് സ്കോർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ വെള്ളത്തിന് ഹൈ എനർജിയാണ് ഉള്ളത്. അപ്പോൾ ആ ഹൈ എനർജി നമ്മൾ റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഡൗൺ സ്ട്രീം സൈഡിൽ സ്കോറിംഗ് ഉണ്ടാവും, അതിൻ്റെ ബെഡ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. The scoring of river bed may therefore
the scoring of river bed may threaten the stability of dam or neighboring river valley slopes. അപ്പോൾ ഇങ്ങനെ ഡൗൺ സ്ട്രീമിലുള്ള റിവർ ബെഡ് സ്കോർ ചെയ്ത് പോയാൽ, ഒലിച്ചു പോയാൽ അത് ഡാമിൻ്റെ തന്നെ സ്റ്റെബിലിറ്റിയെ ചിലപ്പോൾ ബാധിക്കും, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിലുള്ള റിവറിൻ്റെ സ്ലോപ്പിനെയും ബാധിക്കും. The various arrangements for suppressing or killing of high energy water at a downstream toe of spillway are called energy dissipator. അപ്പോൾ ഇതേപോലെ ഉള്ള ഹൈ എനർജി വാട്ടറിനെ അതിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എനർജിയെ കില്ല് ചെയ്യാൻ, സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി ഡെസിപ്പേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡെഫിനീഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റില്ലിംഗ് ബേസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. ഇനി സ്റ്റില്ലിംഗ് ബേസിൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അതിൻ്റെ ആ ജസ്റ്റ് ഡെഫിനീഷൻ എഴുതുക, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനീഷൻ എഴുതിയാലും മതി. എന്നിട്ട് അതിൻ്റെ ടൈപ്സ് എഴുതുക, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. അതിൻ്റെ അകത്തോടെ വരുന്ന 2 പോയിന്റ്സ് വെച്ചിട്ട് പഠിച്ചാൽ മതി. എൻ്റെ ഫിഗർ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, കാരണം യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ചോദിച്ചാൽ പോലും 2 മാർക്സിനോ 3 മാർക്സിനോ ചോദിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൗട്ടിംഗ് ഇൻ ഡാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ ഫൗണ്ടേഷൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡാമിൻ്റെ പല പോയിന്റിലും, ക്രാക്സ് ഉള്ള പോയിന്റിലും വെള്ളം ലീക്ക് ചെയ്യുന്ന പോയിന്റിലൊക്കെ ഗ്രൗട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൗട്ടിംഗ് ഇൻ ഡാമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ജനറലി ഫൗണ്ടേഷൻ ഗ്രൗട്ടിംഗ് ഈസ് റിക്വയർഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഗ്രാവിറ്റി ഡാം. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഗ്രാവിറ്റി ഡാമിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഗ്രൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡൺ ടു ഇംപ്രൂവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫൗണ്ടേഷൻ മെറ്റീരിയൽ ആൻഡ് ടു റെഡ്യൂസ് ദ അപ്ലിഫ്റ്റ് പ്രഷർ. അതായത് ഫൗണ്ടേഷൻ മെറ്റീരിയൽ കുറേ നാൾ കഴിയും തോറും അതെന്താണ്, അത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ക്രാക്സും പോറസ് ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. അതേപോലെ ഈ ഡാമിൻ്റെ ഫൗണ്ടേഷൻ്റെ താഴെ നിന്ന് നമുക്ക് അപ്ലിഫ്റ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ കൊണ്ട് വാട്ടർസൊക്കെ പോർ ചെയ്ത് അകത്തേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാമിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഗ്രൗട്ട് ചെയ്യണം. യൂഷ്വലി 2 ടൈപ്സ് ആണുള്ളത് ഗ്രൗട്ടിങ്, കൺസോളിഡേറ്റഡ് ഗ്രൗട്ടിങ്ങും കർട്ടൈൻ ഗ്രൗട്ടിങ്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാലും മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. കൺസോളിഡേറ്റഡ് ഗ്രൗട്ടിങ് ഡൺ ടു ഇംപ്രൂവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൗണ്ടേഷൻ റോക്ക് ആൻഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് സ്ട്രെങ്ത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഗ്രൗട്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാമിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡൺ ഓൺ ദ എൻറ്റയർ ബേസ് ഓഫ് ഡാം. ഇപ്പോൾ ഡാമിൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റിലും നമ്മൾ കുറേ പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ റാൻഡമായിട്ട് ഗ്രൗട്ട് ചെയ്യും. ഷാലോ ഹോൾസ്, ഇറ്റ് ഈസ് നോൺ ആസ് ബി ഹോൾസ്, ആർ ഡ്രിൽ ത്രൂ ദ ഫൗണ്ടേഷൻ റോക്ക് ഇൻ എ ഗ്രിഡ് പാറ്റേൺ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഫൗണ്ടേഷൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്, ഫൗണ്ടേഷൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിൻ്റെ അകത്തുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ പല ഷേപ്പിലുള്ള ഡ്രിൽ ഹോൾസ് നമ്മൾ ഡ്രിൽ ചെയ്യും, ചെറിയ ഹോൾസ് നമ്മൾ ഡ്രിൽ ചെയ്യും. ആഫ്റ്റർ ഗ്രൗട്ടിംഗ് പ്രൈമറി ഹോൾസ്, സെക്കൻഡറി ഹോൾസ് ആർ ഡ്രിൽഡ് ആൻഡ് ഗ്രൗട്ടഡ്. ഇഫ് നെസസറി ടേഴ്സറി ഹോൾസ് ആർ ഡ്രിൽഡ് ബിറ്റ്വീൻ സെക്കൻഡറി ഹോൾസ് ആൻഡ് ഗ്രൗട്ടഡ്. ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് സൂം ചെയ്യാം. ഇതിൻ്റെ അകത്ത് പ്രൈമറി ഹോൾസ് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കൊടുത്തേക്കുന്ന ഹോൾസാണ്. അപ്പോൾ പ്രൈമറി ഹോൾസ് എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ സ്പേസിങ് കാണിക്കാം. പ്രൈമറി ഹോൾസ് തമ്മിലുള്ള സ്പേസിങ് 12 മീറ്റർ ആണ്. വെർട്ടിക്കലി ഹൊറിസോണ്ടലി 12 മീറ്റർ സ്പേസിങ്ങിൽ നമ്മൾ പ്രൈമറി ഹോൾസ് ഡ്രിൽ ചെയ്യും. പ്രൈമറി ഹോൾസ് ഡ്രിൽ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഗ്രൗട്ടാണ് ഈ സർക്കുലർ ഷേപ്പിൽ കൊടുത്തേക്കുന്നത്. അത് കറക്റ്റ് പ്രൈമറി ഹോൾസിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ലെയറിൽ. ഇത് ഗ്രൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടേഴ്സറി ഹോൾസിൽ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ടേഴ്സറിയാണ്, ഇത്. അപ്പോൾ പ്രൊസീജിയർ ഇതാണ്. പ്രൈമറി ഹോൾസ് ആദ്യം ഡ്രില്ല് ചെയ്യുക, ഗ്രൗട്ട് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡറി ഹോൾസ് ഡ്രില്ല് ചെയ്യുക, ഗ്രൗട്ട് ചെയ്യുക. ഇഫ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ടേഴ്സറി ഹോൾസ് ഡ്രില്ല് ചെയ്യുക, അതിനെ ഗ്രൗട്ട് ചെയ്യുക. ഓരോ ഹോളിൻ്റെ ഡെപ്ത്ത് 3 to 15 മീറ്ററാണ്. ഓരോ ഹോളിൻ്റെയും ഈ ഡ്രില്ല് ചെയ്യുന്ന ഓരോ ഹോളിൻ്റെയും ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ 3 to 15 മീറ്ററാണ്. അതിൻ്റെ സ്പേസിങ് വന്നിട്ട് 12 to 30 മീറ്ററാണ്. നമ്മളിവിടെ 12 മീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. 12 to 30 മീറ്റർ വരെ നമ്മൾ ഡാമിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സ്പേസിങ് കൊടുക്കാം. ഇത് യൂഷ്വലി നമ്മൾ ലോ പ്രഷർ ഗ്രൗട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ലോ പ്രഷർ ഗ്രൗട്ടിംഗ് ആണ് നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ഗ്രൗട്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് കർട്ടൈൻ ഗ്രൗട്ടിംഗ്. ഡൺ ടു ഫോം എ ഡീപ്പ് കർട്ടൈൻ വാൾ or an impervious barrier in the
ഫൗണ്ടേഷൻ ജസ്റ്റ് ഡൗൺ സ്ട്രീം ഓഫ് ദ ഹീൽ ഓഫ് ദ ഡാം. അപ്പോൾ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ ഹീലിൻ്റെ പോർഷനിൽ ഒരു ഡീപ്പായിട്ടുള്ള കർട്ടൈൻ വാള് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർട്ടൈൻ ഗ്രൗട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. One line of holes parallel to the axis of the dam is sufficient, but another line may be used for very high dams. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്സിസിന് പാരലായിട്ട് നമ്മൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ ഫുള്ള് ഹോൾ ഡ്രില്ല് ചെയ്യും. ഒരു സ്പെസിഫിക് സ്പേസിങ്ങിൽ ഒരു ലൈനിൽ നമ്മൾ ഹോൾസ് ഡ്രില്ല് ചെയ്യും, അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രൗട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ അതുമാത്രം മതി. പിന്നെ അടുത്തത് ഹൈ ഡാംസ് ആണെങ്കിൽ ഒരു ലൈനും കൂടി നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഗ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ട്. The purpose is to reduce uplift and seepage through the foundation. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് പ്രഷറും സീപ്പേജും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീപ്പ് കർട്ടൈൻ വാളും അതിനകത്ത് ഗ്രൗട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഹോൾസ് മേ ബി യൂസ്ഡ്. ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് ഈ 3 ഹോൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഡീപ്പ് ഹോൾസ്, ദാറ്റ് ഈസ് എ ഹോൾസ് ആർ ഡ്രില്ലഡ്. അപ്പോൾ നേരത്തെ ഇതിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ബി ഹോൾസ് ആണ് പറഞ്ഞത്. ബി ഹോൾസ് എന്ന് വെച്ചാൽ ഷാലോ ഹോൾസ് ആണ് നമ്മൾ ഈ ഒരു കൺസോൾട്ടേറ്റഡ് ഗ്രൗട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. കർട്ടൈൻ ഗ്രൗട്ടിങ്ങിൽ നമ്മൾ എ ഹോൾസ് എന്ന് വെച്ചാൽ ഡീപ്പ് ഹോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്ത്ത്, എത്ര ഡെപ്തിലാണ് നമ്മൾ എടുക്കുന്നതെന്ന്. സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ 30 to 40% ഡെപ്ത് ഓഫ് വാട്ടറിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. പോർ ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ 70% ഡെപ്ത് ഓഫ് വാട്ടറിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. അപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ 10 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ 30 to 40 ഡെപ്തിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്യും സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ കേസിൽ. പോർ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഈ 10 മീറ്ററിൻ്റെ 70% ഡെപ്തിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. ഇനി അടുത്ത് ഈ ഗ്രൗട്ടിൻ്റെ സ്പേസിങ് എന്താണ്? 4.5 to 7.5 റേഞ്ചിലാണ് നമ്മൾ ഇതിൻ്റെ സ്പേസിങ് എടുക്കുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഗ്രൗട്ടിങ്ങിൽ എന്തായിരുന്നു? അത് 12 to ഹയർ വാല്യൂ ആയിരുന്നു. ഇവിടെ നമുക്ക് 4.5 to 7.5. അതായത് അതിൻ്റെ ഗ്രൗട്ടിങ്ങിൻ്റെ ഹോൾസ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഹൈ പ്രഷർ ഗ്രൗട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ഗ്രൗട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഗ്രൗട്ടിംഗ് ഓഫ് ഡാമിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ. To study the structural behavior and to access safety of dams when subject to different loads. അപ്പോൾ ഡാംസിൻ്റെ അകത്ത് ഒരുപാട് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അപ്ലിഫ്റ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, എർത്ത് ക്വേക്ക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, വിൻഡ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഫോഴ്സസിലും ആ ഡാമിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് സ്റ്റഡി ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസൊക്കെ ആവശ്യമാണ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യുകയും വേണം. The data obtained from the instruments will help to take timely action to rectify the problems in dam. Also useful for examining adequacy of various design parameters and assumption. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി, എർത്ത് ക്വേക്ക് വല്ലതുണ്ടായാൽ അത് മെഷർ ചെയ്യാൻ വേണ്ടി, വാട്ടർ ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടി, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി, സ്ട്രെസ് മെഷർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡെയിലി കിട്ടുന്ന മെഷർമെൻറ്റ് ഡീറ്റെയിൽസ് അതെന്ത് ചെയ്യണം? നമ്മൾ ഓരോ സമയത്തും അതിനെ അനാലിസിസ് ചെയ്യണം, പഠിക്കും. നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷനോ മെയിൻ്റനൻസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമിൽ അതുപോലത്തെ മോഡിഫിക്കേഷൻസ് ചെയ്യുക. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് മോണിറ്റർ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഡാം. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡാമിൻ്റെ അകത്തുള്ള ഇതേപോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡാമിൻ്റെ ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് തരുന്നത്. അത് ഡാമിൻ്റെ അകത്ത് എത്ര വെള്ളമുണ്ട്, അതിൻ്റെ ഡിഫ്ലക്ഷൻ എത്രയാണ്, ഓരോ കാര്യങ്ങളും നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് തരുന്നത് ഇതേപോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയിട്ടാണ്. മെയിൻലി നമുക്ക് ഡാമിൻ്റെ അകത്ത് 2 types ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഉള്ളത്. ഇംബഡഡ് ആൻഡ് ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻറ്റ്. ഡാമിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഇംബഡഡും ഇൻറ്റേർണലും ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്. രണ്ടാമത്തെ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, മെഷർമെൻറ്റ്, സ്ലോപ്പൊക്കെ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തത് ഇംബഡഡ് ആൻഡ് ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇംബഡഡ് ഓർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോഡി. അപ്പോൾ ഡാമിൻ്റെ അകത്ത്, ഡാം സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മുടെ ഗാലറിയിലോ അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെയൊക്കെ അകത്തൊക്കെ ആയിട്ടായിരിക്കും ഈ ഇംബഡഡ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്ട്രെയിൻ മീറ്റർ. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓരോന്ന് കിട്ടും. ഡാമിൻ്റെ അകത്ത് ഒക്കെ ചെയ്യുന്ന സ്ട്രെയിൻ മെഷർ ചെയ്യാൻ പറ്റും. സ്ട്രെസ് മീറ്റർ, പ്രഷർ മീറ്റർ, റെസിസ്റ്റൻസ് തെർമോമീറ്റേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സ്, ഇൻക്ലിനോമീറ്റേഴ്സ് ആൻഡ് പ്ലംബോബ്സ്. അതെന്തിനായിരിക്കും? ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടിൽറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. അടുത്ത ഡിഫോർമേഷൻ മീറ്റർ, അതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. ലോഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്, വാട്ടർ ലെവൽ മീറ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇനി ഇതിനെയൊക്കെ പറ്റി ജസ്റ്റ് ഒരു 1 word സെൻറ്റൻസ് ഇതിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തേക്ക്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്ട്രെയിൻ മീറ്റർ എന്ന് പറയുമ്പോൾ ടു മെഷർ ദ സ്ട്രെയിൻ അറ്റ് വേരിയസ് പോയിൻറ്റ്സ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് സ്റ്റോർ.
എന്തായാലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും, അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കും. അത് നമുക്ക് പിന്നെ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ഓരോ അതിൻ്റെ ഡെഫിനീഷനും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇതിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു പോകുക, അഥവാ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഇതിൻ്റെ ഹെഡിങ്സിൻ്റെ പേര് മാത്രം പഠിച്ചു വെക്കുക. രണ്ടാമത്തത് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ടേക്ക് മെഷർമെൻറ്റ്സ് ഓൺ ടാർജറ്റ് ഫിക്സ്ഡ് ഓൺ വേരിയസ് പാർട്സ് ഓഫ് ഡാം. ഇപ്പോൾ ഡാമിൻ്റെ ഓരോ പാർട്ടിലും നമുക്ക് എന്തെങ്കിലും മെഷർമെൻറ്റ്സ് എടുക്കാനുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്. ദ മെഷർമെൻറ്റ്സ് ടേക്കൺ ആർ യൂസ്ഡ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടിൽറ്റ് ആൻഡ് ഡിഫോർമേഷൻ ഓഫ് ഡാം. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്, മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഡാമിൻ്റെ അകത്തുള്ള ടിൽട്ടും ഡിഫോർമേഷനൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദ മെഷർമെൻറ്റ്സ് ആർ ഡൺ വിത്ത് കൺട്രോൾ പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് എവേ ഫ്രം ദ ഡാം. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സർവേ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്യും അല്ലേ. ഈ ബെഞ്ച് മാർക്ക് ഒരിക്കലും ഡാമിൻ്റെ അകത്തായിരിക്കില്ല, ഡാമിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ് ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡാമിൻ്റെ അകത്തുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഓഫ് ഡാം റെഫറൻസ് പോയിൻറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ സ്റ്റാർട്ടിങ് കൺസ്ട്രക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഡാമിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പെർമനൻറ്റ് ബെഞ്ച് മാർക്കായിട്ട് ഫിക്സ് ചെയ്യും. കാരണം പിന്നീട് ഡാം പണിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ വർക്കിംഗ് സ്റ്റേജിൽ നമുക്ക് എന്ത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും വിത്ത് റെഫറൻസ് ടു ആ ഒരു ബെഞ്ച് മാർക്കായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാമിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഡാമിന് എന്തെങ്കിലും ടിൽട്ടോ ഷെയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബെഞ്ച് മാർക്ക് മാറും. ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഡാമിൻ്റെ അകത്ത് സർവേയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടോട്ടൽ സ്റ്റേഷനാണ്. ദ പ്രിസൈസ് ലെവലിംഗ് ആൻഡ് ട്രയാങ്കുലേഷൻ സർവേസ് ആർ പ്രിഫേർഡ് ടു ഐഡൻറ്റിഫൈ ഡിഫോർമേഷൻ ഇൻ ഡാം. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ലെവലിങ്ങും ട്രയാങ്കുലേഷൻ സർവേയും ആണ് ഈ ഡാമിൻ്റെ അകത്തുള്ള ഡിഫോർമേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത തിയറി ടോപ്പിക്സ് ആണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടുക, അതിൻ്റെ ഡെഫിനീഷനും ടൈപ്സും നിങ്ങൾ പഠിക്കുക. അതിൻ്റെ അകത്തുള്ള ഫർദർ എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾ, അല്ലെങ്കിൽ ഫിഗേഴ്സ് ഒന്നും നിങ്ങളങ്ങനെ വരച്ച് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അഥവാ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാലും 2-3 മാർക്കിനെ മാക്സിമം ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സോഫാർ നമ്മൾ DHSൻ്റെ മൊഡ്യൂൾ നമ്പർ 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ലെക്ചറിൽ ഞാനിതിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് എലിമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം, അതിൻ്റെ ഡെറിവേഷനൊക്കെ ആയിട്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്ത് വന്നാലും പഠിക്കുക, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗ്രാവിറ്റി ഡാം, ഇപ്പോൾ നമ്മൾ അവസാനത്തെ ഈ ലെക്ചറിലും തൊട്ട് മുമ്പത്തെ ലെക്ചറിലും പഠിച്ച തിയറി, അതൊക്കെ റാൻഡമായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ വെയിറ്റേജ് വളരെ കുറവാണ്, 2-3 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.